ഹായ് ഗൈസ്. അപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മളെ കേവിൻ്റെ പുതിയ കുറച്ച് ടേംസിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മൾ ഒരു കേവിൻ്റെ ടാൻജൻഷ്യൽ വെക്ടറിനെ കുറിച്ചും ടാൻജൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആർ ഓഫ് ടി ആണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ, സി ആണ് അതിൻ്റെ കേവിങ്, അതിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് അറ്റ് എ പോയിന്റ് ടിയിലെ നമ്മൾ ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടാൻജൻറ്റ് വെക്ടർ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ടി ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ അറ്റ് എ പോയിന്റ് ടി ആയിരുന്നു അല്ലേ? എന്താണ്, ടാൻജന്റ് ആണ്, ആർ ഡാഷ് ആണ്, പക്ഷെ അതിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ആർ ഡാഷ് ഓഫ് ടി ബൈ നോമ ആർ ഡാഷ് ഓഫ് ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിമിലർലി നമ്മൾ വേറൊരു ടേമിലേക്ക് പോവാണ്, അതാണ് യൂണിറ്റ് നോർമൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് എന്താണ് പോവാം. എന്താണ് യൂണിറ്റ് നോർമൽ വെക്ടർ ഓഫ് എ പൊസിഷൻ വെക്ടർ ഓഫ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ കേവിന്റെ നോർമൽ വെക്ടർ അറ്റ് എ പോയിന്റ് ടിയിലെ അല്ലെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പ്രീവിയസ് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലത്തിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ റിസൾട്ട് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ എന്ന് പറയുന്നൊരു വെക്ടറാണ്, റിയൽ വാല്യൂഡ് വെക്ടർ ഫംഗ്ഷൻ ആണ്. ആ ആർ ഓഫ് ടി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിന്റെ ലെങ്ത് സെയിം ആവുമ്പോൾ, അതിന്റെ നോമ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതിന്റെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആർ ഓഫ് ടിയുടെയും ആർ ഡാഷ് ഓഫ് ടിയും തമ്മിലുള്ള ആറിന്റെയും ആർ ഡാഷിന്റെയും ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വെക്ടറിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് നമ്മൾ പറയായിരുന്നു അല്ലെ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു പൊസിഷൻ വെക്ടറിന്റെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ നോമ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓക്കെ, നോം എന്ന് പറയുന്ന നോം ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്, അതിന്റെ മെഷർമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡിന്റെ മെഷർമെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു ലെങ്ത് എന്ന്, അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ നോം ആണ് അല്ലെ? അപ്പോൾ ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ നോം ഫോർ ഓൾ ടിക്ക്, ആർ ഓഫ് ടി ടി എന്നൊരു പാരാമീറ്ററാണ് ഡിഫൈൻ ചെയ്തെങ്കിൽ എല്ലാ ടിക്കും അതിന്റെ നോമ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ റിസൾട്ട് എന്താണ്? ആ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. അതായത് ആർ ആണ് നമ്മളുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർ ഡോട്ട് ആർ ഡാഷ് 0 ആയിരിക്കും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ ആ രണ്ട് വെക്ടറുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറയായിരുന്നു അല്ലെ? അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ നോമ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് ഫോർ ഓൾ ടിക്ക് സെയിം ആണെങ്കിൽ നമ്മളെ കയ്യിലെ റിസൾട്ട് എന്ന ആറും ആർ ഡാഷും ആ ഫംഗ്ഷനും അതിന്റെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ആ ഫംഗ്ഷനും അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷനും തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ ഒരു ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന സാധനം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ സാധനമാണ് അല്ലേ? എന്തായിരുന്നു? ആർ ആയിരുന്നെങ്കിൽ ആർ ഡാഷ് ബൈ ആർ ഡാഷിന്റെ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ അല്ലെ? അതായത് ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ആണ് നമ്മുടെ ക്യാപിറ്റൽ ടി ഓഫ് ടി. നമ്മൾ അതിനെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടാൻജന്റ് വെക്ടർ പറഞ്ഞാൽ ഓക്കെ ആറിന്റെ ആർ ഡാഷ് ആണ്, പക്ഷെ നമ്മളിവിടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോം എപ്പോഴും യൂണിറ്റ് വാല്യൂ ആയിരിക്കും, 1 ആയിരിക്കും. അതായത് നോം ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞത്. ആർ ഓഫ് ടിന്റെ ടാൻജന്റ് വെക്ടർ എന്താണ്? അത് ആർ ഡാഷ് ഓഫ് ടി ആണ്. അതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആക്കാൻ വേണ്ടി നമ്മൾ എന്തിട്ടുണ്ട്? ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ഉണ്ട്. അപ്പൊ അതിന്റെ നോം എടുക്കുമ്പോൾ എന്തൊരു നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി 1 എന്ന് വരും. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ എന്തായിരിക്കും? നോം 1 ആണ്, അതിന്റെ ലെങ്ത് 1 ആണ്. അപ്പൊ ടി ഓഫ് ടി ഹാസ് എ കോൺസ്റ്റന്റ് നോം അല്ലെ? 1 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് അതിന്റെ നോം ലെങ്ത് കോൺസ്റ്റന്റ് ലെങ്ത് ആയിരുന്നെങ്കിൽ എന്താവും? ആർ ഓഫ് ടിയും ആർ ഡാഷ് ഓഫ് ടിയും 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടി ഓഫ് ടിക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന് കോൺസ്റ്റന്റ് നോം ആയതുകൊണ്ട് ടി ഓഫ് ടിയും ടി ഡാഷ് ഓഫ് ടിയും എന്തായിരിക്കും? ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. അതായത് ടി ഓഫ് ടിയും ടി ഡാഷ്
ഓഫ് ടി എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇത്ര സാധനം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടറിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നോമ് 1 ആണ്. യൂണിറ്റ് ടാൻജന്റ് എല്ലാ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെയും നോമ് എന്തായിരിക്കും? ഏതൊരു യൂണിറ്റ് വെക്ടറിന്റെയും നോമ് 1 ആയിരിക്കും. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ കൺസെപ്റ്റ് തന്നെ അങ്ങനെ വരുന്നത് അല്ലെ. ടാൻജന്റ് വെക്ടറിനെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് വിളിക്കുന്നപ്പോഴാണ് അതിന്റെ നോമ് 1 ആകുമ്പോഴാണ്. അപ്പൊ അതിന്റെ നോമ് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് ടാൻജന്റ് വെക്ടറും അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെക്ടറും അതായത് ടി ഓഫ് ടിയും ടി ഡാഷ് ഓഫ് ടിയും ഓർത്തോഗണൽ ആണ്. അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആണ് വരുന്നത്, കാരണം അതിന്റെ കോൺസ്റ്റന്റ് നോമ് 1 ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ടി ഡാഷ് ഓഫ് ടിയും ടി ഓഫ് ടി എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ സീന്റെ ഒരു അപ്പോൾ ടി ഓഫ് ടി പറഞ്ഞാൽ സീന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്, ഒരു ടാൻജന്റ് വെക്ടർ ആണല്ലോ അല്ലെ. അതും അതിന്റെ ടി ഡാഷും പെർപെൻഡിക്കുലർ ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ഡാഷ് ഓഫ് ടി ഈസ് നോർമൽ ടു സി. അതായത് സി എന്ന് പറഞ്ഞ നമ്മളെ കേവ്, സി എന്ന് പറഞ്ഞ കേവിന്റെ ഇവിടെ ടി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമുക്കൊരു ഒരു ടാൻജന്റ് ഉണ്ട്. അതിന്റെ ടി ഡാഷ് ആണ് കാണുന്നത്. ആ ടി ഡാഷിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ടാൻജന്റ് വെക്ടറും ടി ഡാഷും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എപ്പോഴാണ് ഉണ്ടാവുക? ഇതാണ് നമ്മളുടെ ഈ എന്റെ ഈ കൈപ്പത്തിയാണ് അതിന്റെ ഒരു കേവ് എന്ന് വിചാരിക്കുക. അതിന്റെ ഈ പോയിന്റ് ടാൻജന്റ് വെക്ടർ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഇതാണ് ടി ഓഫ് ടി എന്ന് കരുതുക എന്റെ ഈ വിരല്. അപ്പൊ ടി ഡാഷ് ഓഫ് ടി പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ കേവിന് എന്തുണ്ടാവും? നോർമൽ ആയിട്ടാണ് ടി ഡാഷ് ഓഫ് ടി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ടി ഡാഷ് ഓഫ് ടി നോർമൽ ആയത്? ടി ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടാൻജന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ടി ഡാഷ് ടി ഓഫ് ടിക്ക് നോർമൽ ആവുന്നുണ്ട്. അതൊരു എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയതുകൊണ്ട്, യൂണിറ്റ് നോം ആയതുകൊണ്ട് ടി ഡാഷ് ടി എന്ത് വരും? സിക്ക് എപ്പോഴും നോർമൽ ആയിരിക്കും, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മൾ കേവിന് എപ്പോഴും നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക ഫോർ എവരി ടി. ഓക്കെ, and it follows that if t dash of t is equal to 0, അതായത് അതിന്റെ ടി ഓഫ് ടിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ടി ഡാഷ് ഓഫ് ടി ആ യൂണിറ്റ് അതിന് ഫോർ ഓൾ ടിക്ക് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടി ഡാഷ് ഓഫ് വി ക്യാൻ നോർമലൈസ് ടി ഡാഷ് ഓഫ് ടി ആൻഡ് വി ഒബ്റ്റെയിൻ എ യൂണിറ്റ് വെക്ടർ. ഓക്കെ, നമ്മൾ ആ ടി ഡാഷ് എന്ന് പറയുന്ന സിക്ക് നോർമൽ ആയിട്ടുള്ള ടി ഡാഷ് എന്ന് പറയുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ എന്ത് ചെയ്യാണ്? അതിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരു വെക്ടറിന് അതിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യാല്ല ചെയ്യാം. അപ്പൊ നമ്മളെ നോർമൽ ടു സിക്ക് നോർമൽ ആയിട്ട് ഒരു വെക്ടർ ആയിരുന്നു ടി ഡാഷ് ഓഫ് ടി, അതിന് യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ ഓഫ് ടി എന്ന് പറയാ. ഇതാണ് നമ്മളുടെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ടി ഓഫ് ടി ഉണ്ടായിരുന്നു. ടി ഓഫ് ടി എന്ന യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. ടി ഓഫ് ടിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ടി ഡാഷ് ഓഫ് ടി നമുക്ക് പറയാൻ പറ്റി, കാരണം ടി ഓഫ് ടിന്റെ നോമ് 1 ആയതുകൊണ്ട് അത് തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ടി ഓഫ് ടിയും ടി ഡാഷ് ഓഫ് ടിയും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ടി ഡാഷ് സിക്ക് നോർമൽ ആയിരിക്കും. അതിനെ യൂണിറ്റ് നോർമൽ വെക്ടർ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ടി ഡാഷ് ഓഫ് ടീനെ നോമ് ടി ഡാഷ് ഓഫ് ടീനോട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ എൻ ഓഫ് ടി എന്താ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി എന്ന് പറഞ്ഞ കേവിന് നോർമൽ ആയിരിക്കും. സിന്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ ഓഫ് ടി എന്ന് പറയുന്നത് ആ കേവിന് നോർമൽ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ അത് ആ നോർമൽ യൂണിറ്റ് വെക്ടർ ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടി ഡാഷ് ഓഫ് ടി ആയിരിക്കും അല്ലെ. കാരണം നമുക്ക് എൻ ഓഫ് ടിന്റെ ഡയറക്ഷൻ ടി ഡാഷ് ഓഫ് ടിന്റെ ഡയറക്ഷനിലായിരിക്കും. കാരണം എന്താ? ഇതിന്റെ അടിയിൽ ഡിവൈഡ് ചെയ്യുന്നത് സ്കേലാർ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആണ്. ടി ഡാഷിന്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ മാത്രമാണ് നമ്മൾ എൻ ഓഫ് ടി. അപ്പൊ എൻ ഓഫ് ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടി ഡാഷ് ഓഫ് ടിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എൻ ഓഫ് ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. നമ്മൾ അതിനെ സിംപ്ലി യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളെ എൻ ഓഫ് ടി യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാല് അപ്പൊ സി എന്ന് പറഞ്ഞ ഒരു കേവ് ഉണ്ടെങ്കിൽ അതിന്റെ നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന വെക്ടർ ആയിരിക്കും. അതിന്റെ കോൺസ്റ്റന്റ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, കോൺസ്റ്റന്റ് നോം എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു ഈ യൂണിറ്റ് നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നത് എന്താ? ഈ എന്റെ നോം ഒരിക്കലും 0 ആവാൻ പാടില്ല അല്ലെ. അപ്പൊ യൂണിറ്റ് നോർമൽ വെക്ടർ ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണ്? ടി ഡാഷ് ഓഫ് ടി 0 അല്ലാത്ത ടികളിലാണ് നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ ഓഫ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മള് പോയിന്റ് ടി 0 അല്ലാത്ത കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂണിറ്റ് നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്യുക. പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ഓഫ് ടി ഫോർ ദ സർക്കുലർ ഹെലിക്സ്. അപ്പോൾ സർക്കുലർ ഹെലിക്സിന്റെ ഒരു പാരാമെട്രൈസേഷൻ, അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കേവിന്റെ, ആ പാരാമെട്രിക് ഇക്വേഷൻ ഉണ്ടാക്കുന്ന ആ കേവിന്റെ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ഓഫ് ടി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ എ സൈൻ ടി, സെഡ് ഈക്വൽ ടു സി ടി എന്നാണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് ഇതാണ് അറിയാവുന്നത്. ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ. അപ്പം ആർ ഓഫ് ടി ഉണ്ട്. അപ്പൊ നമുക്ക് ടി ഓഫ് ടി ഒക്കെ കാണണം. അതിന് മുന്നേ നമുക്ക് എന്താ ടി ഓഫ് ടി കാണണമെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി വേണം. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി കാണുന്നു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എ സൈൻ ടി ഐ ആവും, എ കോസ് ടി ജെ പ്ലസ് സി ടി പോയില്ല സി കെ നൈൻ. അതിന്റെ നോം ആർ ഡാഷ് ഓഫ് ടി കാണുന്നു. നോം കാണുമ്പോൾ നമ്മൾ നോമിന്റെ ഇക്വേഷൻ കൊടുക്കുന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലേ. അപ്പൊ മൈനസ് എ സൈൻ ടി സ്ക്വയർ പ്ലസ് എ കോസ് ടി സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ പുറത്ത് ഇവിടെ 1 ആവും അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വന്നു. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ കേസിലൊക്കെ ആണെങ്കിൽ സി സ്ക്വയറിന്റെ വൃത്തിയോട് ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ പെട്ടെന്ന് 1 ആയിട്ട് റൂട്ട് എ പുറത്തേക്ക് എടുക്കായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഹെലിക്സ് ആണ്, സർക്കുലർ ഹെലിക്സ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ടി ഓഫ് ടി ആണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോം ടി ഡാഷ് ഓഫ് ടി നമുക്ക് കിട്ടി. ടി ഓഫ് ടി കിട്ടി. അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ടി ഡാഷ് ഓഫ് ടി കിട്ടുന്നു. ഈ നോം ടി ഡാഷ് ഓഫ് ടി കാണുന്നു. നോം ടി ഡാഷ് ഓഫ് ടി കാണുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആണ് ജസ്റ്റ് കുറച്ച് എക്സ്പ്രഷൻ, അൽജിബ്രിക് ഓപ്പറേഷൻസ് മാത്രം ചെയ്യുന്നു, ഇക്വേഷൻ കൊടുക്കുന്നത് മാത്രം കൊടുക്കുന്നു അല്ലേ. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ റൂട്ട് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് നമ്മുടെ നോം ടി ഡാഷ് ഓഫ് ടി കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് കാണണം, പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ കാണാം. എൻ ഓഫ് ടി ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ബൈ നോം ടി ഡാഷ് ഓഫ് ടി ആണ്. ടി ഡാഷ് ഓഫ് ടി എന്താ തന്നിട്ടുണ്ട്, നോം ടി ഡാഷ് ഓഫ് ടി എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൈനസ് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ആയിരിക്കും നമ്മൾ എന്ത് വരുന്നത്, ഇതിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഒന്നുമില്ല, നമുക്ക് കറക്റ്റ് ആർ ഓഫ് ടി എഴുതാൻ പറ്റി കഴിഞ്ഞാൽ അവിടുന്ന് ആർ ഡാഷ് ഓഫ് ടി കാണാൻ പറ്റും. ഈ ആർ ഡാഷ് ഓഫ് ടി കണ്ടു കഴിഞ്ഞാല് ടി ഓഫ് ടി കാണാം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഇവിടുത്തെ ഒരു സെറ്റിലെ ഫംഗ്ഷൻ ഇവിടെ സെറ്റിൽ ഒരു ഫംഗ്ഷൻ ഇല്ല അല്ലെ. സെറ്റിൽ ഇവിടെ സെറ്റിൽ ഒരു ഡയറക്ഷൻ ഇല്ല നമ്മൾ എൻ ഓഫ് ടിക്ക്. നമ്മളിവിടെ എലിക്സ് എടുത്തോണ്ട് ഇവിടെ 0 ആയി പോകുന്നു അല്ലെ. ടി ഡാഷ് ഒരുപാട് തവണ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ എൻ ഓഫ് ടി കണ്ടിട്ടുണ്ട്. സിമിലർലി ഫിഫ്ത്ത് പ്രോബ്ലം എന്താ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ഓഫ് ടി ഫോർ ദ സ്പേസ് കർവ് ആർ ഓഫ് ടി. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഇ റേസ് കോസ് ടി ആണ് എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ, ഇ റേസ് ടി സൈൻ ടി ആണ് വൈ കമ്പോണന്റ് 2k അല്ലെ. സ്പേസ് കർവ് ആണ്. അപ്പൊ നമുക്ക് എൻ ഓഫ് ടി ആണ് കാണേണ്ടത്. അപ്പൊ എൻ ഓഫ് ടി കാണാനൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ആർ ഓഫ് ടി ഉണ്ട്, ആർ ഡാഷ് ഓഫ് ടി കാണാം, നോം ആർ ഡാഷ് ഓഫ് ടി കാണാം. അടുത്തത് നമുക്ക് നോം ആർ ഡാഷ് ഓഫ് ടിക്ക് കുറച്ച് അൽജിബ്രിക് സാധനങ്ങൾ, സ്റ്റെപ്പുകളൊക്കെ നോക്കട്ടോ. ഡിഫറൻസിയേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല വിചാരിച്ചാണ്. ആർ ഓഫ് ടി ഉണ്ട്, ആർ ഡാഷ് ഓഫ് ടി കാണുന്നു. ഇ റേസ് ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്ഥലത്ത് ഇ റേസ് ടി ഉണ്ട് അല്ലെ. കോസ് ടി സൈൻ ടീനെ കോസ് ടീന്റെ മൈനസ് സൈൻ ടി വരും, സൈൻ ടീന്റെ കോസ് ടി വരും. കൊടുക്കുക. ഇ റേസ് ടി ഇവിടെ പുറത്ത് വന്നല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ റെസിറ്റീനെ ആദ്യം പുറത്തേക്ക് എടുക്കുന്നതാണോ, അല്ല ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നു അല്ലെ. ഈ റെസിറ്റി കോസ്റ്റി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ, ഈ റെസിറ്റി ഇവിടെ ഈ റെസിറ്റി കോസ്റ്റി നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ റെസിറ്റീനെ ചെയ്യുന്നു, പിന്നെ കോസ്റ്റി, പിന്നെ ഈ റെസിറ്റി ഇൻറ്റു കോസ്റ്റിന്റെ ചെയ്യുന്നു, മൈനസ് സൈൻ ടി ആണ് ഈ റെസിറ്റീനെ പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ +2 ലെവൽ സാധനം തന്നെ. ഡെറിവേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, ആർ ഓഫ് ടിന്റെ ആർ ഡാഷ് ഓഫ് ടി കാണുന്നു, അതിന്റെ നോം കാണുന്നു. നോം കാണുമ്പോൾ റൂട്ട് എടുക്കണം. അപ്പൊ ഇവിടെ പണ്ടത്തെ പോലെ സംഖ്യകളും സിമ്പിൾ സാധനങ്ങളല്ല വരുന്നത്. കോസ്റ്റി മൈനസ് സൈൻ ടി നമുക്കറിയാം, 1 - 2 കോസ്റ്റി സൈൻ ടി. ആ ഇക്വേഷനുകളൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫർദർ മൂവ് ചെയ്യുക. ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും റെഡ്യൂസ് ചെയ്ത് ഇ റേസ് ടു ടി ഇൻറ്റു √2 കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇനി ടി ഓഫ് ടി കാണാൻ വേണ്ടി ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. നോം ആർ ഡാഷ് ഓഫ് ടി നമുക്ക് ഇ റേസ് ടി √2 ആർ ഡാഷ് ഓഫ് ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ടി ഡാഷ് ഓഫ് ടിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്.
പിന്നെ നോമ ടി ഡാഷ് ഓഫ് ടി കാണുന്നു, നോമ് കാണാൻ ഇക്വേഷൻ അറിയാം, അത് അവിടെ കൊടുക്കുന്നു. വേറെ ഒന്നുമില്ല. എന്തായിരുന്നു ഈ ഒരു നോമ് കാണാൻ ഇക്വേഷനും ടി ഓഫ് ടി ഒക്കെ നമുക്കറിയാം. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആർ ഓഫ് ടി എന്ന ടി കാണാനും ടി ഡാഷും ആർ ഡാഷും ഒക്കെ കാണാൻ ജസ്റ്റ് ഹരിക്കലും ഗുണിക്കലും നമ്മളെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ആ ഒരു സാധനം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അല്ലേ. എന്ന് നമ്മൾ എൻ ഓഫ് ടി കാണും. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ഡയറക്റ്റ്ലി നമുക്ക് പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ കാണാൻ നമുക്ക് ആർ ഓഫ് ടി തരുന്നുണ്ട്. വേറെ കുഴയ്ക്കുന്ന പ്രോബ്ലങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയും എന്തില്ല, സെറ്റ് കോർഡിനേറ്റ് സെറ്റിലെ കമ്പോണന്റ് ഫംഗ്ഷൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടറിനും വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ വെച്ചുള്ള കുറച്ചും കൂടി ടേംസിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് ഈ ഒരു നോർമൽ വെക്ടർ വെച്ച് നിർത്താം. അപ്പോൾ ഒന്നുമില്ല, നോർമൽ വെക്ടറിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തോ നോർമൽ ആവുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ടി ഡാഷും ടി ഓഫ് ടിയും പെർപെൻഡിക്കുലർ ആവുന്നത്? നേരത്തെ നമ്മൾ ഇത് വെച്ചുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇവിടെ ചെയ്ത് കാണിക്കാത്തത്. നമുക്ക് ഇതിന്റെ ഒരു യൂണിറ്റ് നോർമൽ വെക്ടർ ആയതുകൊണ്ട് ടി ഓഫ് ടി എന്ന് പറയുന്നത് ടാൻജന്റ് വെക്ടർ അല്ല, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. അതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നു വെച്ചാൽ നമുക്ക് നോർമൽ വെക്ടർ ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടി ഓഫ് ടി ടി ഡാഷ് ഓഫ് ടി പെർപെൻഡിക്കുലർ ആണ്, അങ്ങനെയാണ് ടി ഡാഷ് ഓഫ് ടി നമ്മളെ കേവിന് നോർമൽ ആവുന്നുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഒരു 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 രണ്ട് പുതിയ ടേംസും കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതിന്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ടാവും. അതുപോലെ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഈ സാധനം നമുക്ക് നിർത്താവുന്ന ഒരു ചാപ്റ്റർ നമുക്ക് അതോടെ നമുക്ക് ഒഴിവാക്കാവുന്നുള്ളൂ, തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.